ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും ഞാൻ ഈ ഒരു കാണിക്കുന്ന പ്രൊഡക്റ്റ് ഒക്കെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം. അതായത് നമ്മളൊക്കെ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ഫേസിലെ ആക്നീസ് അല്ലെങ്കിൽ ഡ്രൈനെസ് അല്ലെങ്കിൽ റഫ്നെസ് ഒക്കെ പോകാൻ വേണ്ടി കുറേ അധികം പ്രൊഡക്ട്സ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ആക്നീസ് ഒന്നും ഇല്ലാണ്ട് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫേസ് ആ ഒരു റുട്ടീനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഒക്കെ നമ്മൾ ക്ലെൻസ് ഒക്കെ ചെയ്ത് ടോണർ ഒക്കെ ചെയ്ത് പല പല സ്റ്റെപ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അതോടൊപ്പം തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹോൾ ബോഡിയുടെ ക്ലെൻസിങ് അല്ലെങ്കിൽ ഹൈഡ്രേഷൻ എന്നൊക്കെ പറയുന്ന കാര്യം. അപ്പൊ കുറേ അധികം ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ബോഡി ആക്നി അല്ലെങ്കിൽ ബോഡി ഭയങ്കര ഡൾ ആൻഡ് ഡ്രൈ ആയിട്ടിരിക്കുക. അതല്ലാണ്ട് നമ്മൾ വിഷമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള കെമിക്കൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചില സോപ്പിന്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് കെമിക്കൽസ് ഒക്കെ കൊണ്ടിട്ടാണ് ചില സോപ്സ് ഒക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പൊ ആ ഒരു സോപ്പൊക്കെ നമ്മൾ പരസ്യമൊക്കെ കണ്ടിട്ട് ആദ്യമേ വാങ്ങിച്ച് യൂസ് ചെയ്ത് ചിലർ അനുഭവിക്കുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ചൊറിഞ്ഞ് തടിച്ച് വല്ലാണ്ട് എക്സാക്ട്ലി നമ്മുടെ ദേഹത്തൊക്കെ പൊരിഞ്ചെന്നൊക്കെ പറയല്ലോ, ആ ഒരു സംഭവമൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതൊക്കെ നമുക്ക് ക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സാറ്റന്റെ 2% സാലിസിലിക് ആസിഡും അതേപോലെ തന്നെ നിയാസിനമൈഡ് കുക്കുംബർ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ ആയിട്ടുള്ള ബോഡി വാഷ് ആണിത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി പറയേണ്ടത് വളരെ ലവബിൾ ആയിട്ടുള്ള അമേസിങ് ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല, ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ ഈ ഒരു ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ് ടു കുറേ നേരം, ഒരുപാട് മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ബോഡി വാഷിനെ കുറിച്ചിട്ടുള്ള ഹോൾ ഡീറ്റെയിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറയാൻ കാരണം അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഇതിൽ അടങ്ങിയിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും എന്തൊക്കെ ബെനിഫിറ്റ് ആണ് നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം സാലിസിലിക് ആസിഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇസ് BHA ഓൺ ആന്റി ബാക്ടീരിയൽ ഏജന്റ്. അതോടൊപ്പം തന്നെ ഡീപ്പായിട്ട് നമ്മുടെ ബോഡി ക്ലെൻസ് ചെയ്യുക മാത്രമല്ല ക്ലോഗ്ഡ് ആയിട്ടുള്ള പോഴ്സ് ഒക്കെ നല്ലോണം അൺക്ലോഗ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ക്ലോഗ്ഡ് ആയിട്ടുള്ള പോഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഒക്കെ ബോഡിയിൽ പോഴ്സ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു പോഴ്സ് എണ്ണമയം അല്ലെങ്കിൽ പൊല്യൂഷൻസ് പല കാരണങ്ങൾ കൊണ്ടിട്ട് അടഞ്ഞു നിൽക്കുമ്പോഴാണ് ഇതിലേക്ക് ആ ഒരു എണ്ണമെഴുക്ക് അല്ലെങ്കിൽ പല അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള പൊല്യൂഷൻസ് ഒക്കെ ഉള്ളിൽ ഡസ്റ്റ് അതേപോലെ തന്നെ ഇംപ്യൂരിറ്റീസ് ഒക്കെ നമ്മുടെ സ്കിന്നിനുള്ളിൽ കയറി തങ്ങി കിടന്നിട്ടാണ് ഈ ഒരു പോഴ്സ് എന്താ പറയാ ക്ലോസ്ഡ് ആവുന്നത്. അതുകൊണ്ടിട്ടാണ് നമുക്ക് ആക്നീസ് അല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെ ഉണ്ടാകുന്നത്. സോ ആ ഒരു അൺക്ലോഗ് ചെയ്യാനുള്ള ആ ഒരു സഹായവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു സാലിസിലിക് ആസിഡ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ ഈ ഒരു ബോഡി വാഷ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ്, അതായത് മേജർ ഇൻഗ്രീഡിയൻസിൽ രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നിയാസിനമൈഡ് ആണ്. എക്സാക്ട്ലി നിയാസിനമൈഡ് എന്ന് പറയുന്നത് ഒരു പൊട്ടൻ ആന്റി ഓക്സിഡന്റ് ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു പിഗ്മെന്റേഷൻ ഇൻഫ്ലമേഷൻ ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. നിയാസിനമൈഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തോളൂ വൈറ്റമിൻ B3. ശരിക്കും ആ ഒരു ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ ഹൈപ്പോ പിഗ്മെന്റേഷൻ ഒക്കെ കണ്ടിട്ട് വിഷമിക്കുന്ന ആൾക്കാരാണ് നോർമലി നമ്മളൊക്കെ പുറത്തു പോകുന്ന ആൾക്കാരാണ്. ജസ്റ്റ് നമ്മൾ വീടിന്റെ വെളിയിൽ ഇറങ്ങിയാൽ പോലും ആ ഒരു UV റേസ് ഒക്കെ കൊണ്ടിട്ട് ടാനിങ് അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു പിഗ്മെന്റേഷൻ ഒക്കെ നന്നായിട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടി സഹായിക്കും. ദെൻ കുക്കുംബർ ഫോർ വാട്ടർ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡീപ്പായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് ആ ഒരു സൂത്ത്നെസ്സും ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും. നമ്മുടെ ഈ ഒരു സാറ്റന്റെ ബോഡി വാഷിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ബോട്ടിൽ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഇതിന്റെ ഉള്ളിലുണ്ടെന്ന്. നെറ്റ് വെയിറ്റ് നോക്കുകയാണെങ്കിൽ 200 ml ആണ്. 24 months ആണ് ഷെൽഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് ഷെൽഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബോഡി വാഷ് എന്ന് പറയുന്നത് നമ്മൾ സോപ്പൊക്കെ പോലെ ഒരുപാടൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് നമ്മുടെ ലൂഫയിൽ കുറച്ചൊന്ന് നമ്മുടെ ബോഡി വെറ്റ് ചെയ്തിട്ട് നീഡഡ് ക്വാണ്ടിറ്റി എടുത്തിട്ട് നമുക്ക് കുറച്ച് എത്രമാത്രമാണ് എടുക്കുന്നത് അത്രയും തന്നെ മതിയാവും നമുക്ക് ഫുൾ ബോഡി ക്ലെൻസ് ചെയ്യാൻ വേണ്ടി കേട്ടോ. അതാണ് ബോഡി വാഷിന്റെ ഒരു പ്രത്യേകത. കുറേ നാള് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. സോപ്പൊക്കെ ആയിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ കെമിക്കൽ ഫ്രീ ആണ്, ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇതിൽ ഇൻക്ലൂഡ് അല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടും നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ തന്നെ ഷുവർ ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് തന്നെയുള്ളൂ പിന്നെ റീപർച്ചേസ് ചെയ്യുള്ളൂ കേട്ടോ. ശരിക്കും നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ഒരു ആക്നീസ് പിഗ്മെന്റേഷൻ ഇൻഫ്ലമേഷൻ ഒക്കെ പോകാന്ന് പറയുമ്പോൾ ഒരാളുടെ സ്കിന്നിൽ വേറെ എന്ത് ബെനിഫിറ്റ്സ് ആ വേണ്ടത് അല്ലേ. പിന്നെ അൺക്ലോഗ്ഡ് ചെയ്യാനുള്ള ആ ഒരു കഴിവൊക്കെ ഉണ്ട് പോഴ്സിനൊക്കെ. സോ അതൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇൻഗ്രീഡിയൻസിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നിയാസിനമൈഡ് അതേപോലെ തന്നെ കുക്കുംബർ സാലിസിലിക് ആസിഡ് മാത്രമല്ല അത് മേജർ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അത് കൂടാതെ കുറേ അധികം ഇൻഗ്രീഡിയൻസ് ഇതിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്, ഗ്ലിസറിൻ. ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഹ്യൂമിറ്റന്റ് ആണ്. അതായത് നമ്മുടെ സ്കിന്നിൽ ആ ഒരു മോയ്സ്ചർ ലെവൽ ഉണ്ടല്ലോ റീറ്റെയിൻ ചെയ്ത് നിർത്താനുള്ള കഴിവ് ഗ്ലിസറിൻ ഉണ്ട് കേട്ടോ.
സോ ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര എന്താ പറയുക, കിടിലനായിട്ടുള്ള റിസൾട്ട് നൽകുന്ന അടിപൊളി പ്രൊഡക്റ്റാണ്. എനിക്ക് പറഞ്ഞിട്ട് തീരുന്നില്ല ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ ഇനിയിപ്പോൾ കോഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കീപ്പ് അവേ ഫ്രം ചിൽഡ്രൻ. അതേപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയയിലൊന്നും നമ്മൾ വെക്കരുത്. നോർമൽ റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിലോ അല്ലെങ്കിൽ വായിലൊന്നും പോകാതെ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാഷ് ഓഫ് ചെയ്തോളുക. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ നേരെ ബോഡിയിലേക്ക് ഹോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. സാറ്റൻ്റെ നമ്മുടെ ഈ ഒരു ബോഡി വാഷ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ഡെമോ ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന രീതിക്ക് ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോ കാണിക്കുകയാണ്. അപ്പോൾ ഹൗ ടു യൂസ് എന്നുള്ള ആ ഒരു ഡെമോ നോക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള ജനറൽ എമൗണ്ട് ഓഫ് ബോഡി വാഷ് നമ്മളൊന്ന് സ്ക്യൂസ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കൈ ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഷവർ പഫിലോ അല്ലെങ്കിൽ ലൂഫയിലോ കേട്ടോ, അതിനുശേഷം ജെന്റിലി റബ്ബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ. ദെൻ നമ്മൾ വാഷ് ഓഫ് ചെയ്യുക. വളരെ സിമ്പിൾ അല്ലേ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. എങ്കിലും ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യവും പറഞ്ഞു പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാവുന്ന രീതിക്ക് പറഞ്ഞു പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഡെമോ കാണിക്കുന്നത്. അപ്പോൾ കോഷനും കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റോറേജ് ചെയ്യേണ്ട ഡ്രൈ ആൻഡ് ഡാർക്ക് ആയിട്ടുള്ള പ്ലേസിൽ വേണം. ഡയറക്റ്റ് സൺലൈറ്റ് എമിറ്റ് ചെയ്യാൻ പാടില്ല. ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ക്രൂവൽറ്റി ഫ്രീ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്, സൾഫേറ്റ് ഫ്രീ ആണ്, സോ സേഫ് ടു യൂസ്. കുറച്ച് എമൗണ്ട് എടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്തുമാത്രം ലേദർ ഫോം ചെയ്തിട്ടുണ്ടെന്ന്. നന്നായിട്ട് പതയുന്നുണ്ട് കേട്ടോ. നല്ല അമേസിങ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫ്രാഗ്രൻസ് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കിടിലനായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫുള്ളി കൊടുത്തേക്കാം കേട്ടോ, ഹോൾ ഡീറ്റെയിൽ. അപ്പോൾ അതൊന്നും നിങ്ങളിന്ന് ചെക്കൗട്ട് ചെയ്തേക്കാം. പിന്നെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തും കൂടെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമേസിങ് പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാതിരുന്നാലാണ് നിങ്ങൾക്ക് നഷ്ടം. പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറയുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു പ്രൊഡക്റ്റിന് കുഴപ്പമുണ്ടായിട്ടല്ല. അതായത് നോർമലി ചില ഇൻഗ്രീഡിയൻസ് ചില സ്കിൻ ടൈപ്സ് അവർക്ക് സ്യൂട്ടബിൾ ആവില്ല കേട്ടോ. പലരുടെയും സ്കിൻ ടൈപ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണല്ലോ. സോ അതുകൊണ്ടിട്ടാണ് പാച്ച് ടെസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻസ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള കോഷൻ അവരിവിടെ പറഞ്ഞിട്ടുണ്ട്. ഹൗ ടു യൂസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബോഡി വാഷ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ബോഡി ഒന്ന് വെറ്റ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഒരു ലൂഫയിൽ നമ്മൾ നീഡഡ് ക്വാണ്ടിറ്റി കുറച്ചൊന്ന് എന്താ പറയുക പമ്പ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ഓവർ അല്ലെങ്കിൽ മസാജ് ഓവർ ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ദേഹത്തേക്ക് തേക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആപ്ലിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഹൗ ടു യൂസ്. പിന്നെ സ്റ്റോറേജ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എക്സ്റ്റേണൽ യൂസ് ഉള്ളിയുന്ന കാര്യങ്ങൾ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോർമലി അറിയാം ബോഡി വാഷ് നമ്മൾ എക്സ്റ്റേണൽ യൂസ് ഉള്ളി എന്നുള്ള ആ ഒരു പ്രൊഡക്റ്റ് ആണല്ലോ. പിന്നെ നോക്കുകയാണെങ്കിൽ പാരബൻസോ അതേപോലെ തന്നെ സൾഫൈറ്റ്സ് ഒന്നും തന്നെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല കേട്ടോ. സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇതിൽ ഇൻക്ലൂഡ് അല്ല. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു തോന്നലൊന്നും നമുക്ക് തോന്നില്ല. അതിനോടൊപ്പം തന്നെ നമുക്കിത് യൂസ് ചെയ്താൽ ആ ഒരു ഫ്രഷ്നെസ്, ആ ഒരു മൈൽഡ് ആയിട്ടുള്ള ലവബിൾ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആണ്. സാറ്റിൻ്റെ ഈ ഒരു ബോഡി വാഷിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ഇവിടെ വെച്ച് തീരുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ടാറ്റാ.